നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസ് പ്രതി സബിത്ത് നാസർ 2 ആഴ്ച മുൻപും അവയവ കച്ചവടത്തിനായി ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയെന്ന് പോലീസ്. അവയവ കച്ചവടം നടത്തിയ ആളുകളെ കണ്ടെത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. വൃക്കയ്ക്ക് പുറമെ കരളിന്റെ ഭാഗവും കച്ചവടം ചെയ്തതായി സംശയം. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിൽ. പ്രതി സബത്ത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തെക്കുറിച്ചും അന്വേഷിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും അപ്ഡേറ്റ് ഒന്നുമില്ല. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റിട്ടില്ല. ഇപ്പോൾ സെൻസിറ്റീവ് കേസാണോ, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഈ റാക്കറ്റിനെ പറ്റി പുതുതായി കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പോലീസ് പറയുന്നത്? വേണു, സബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ നിരവധി കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാബിത്ത് ഈ അവയവ അല്ലെങ്കിൽ മാഫിയയുമായി ബന്ധപ്പെടുന്നത് ഹൈദരാബാദിൽ വെച്ചാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണി ഹൈദരാബാദിലാണ് എന്നുള്ള മൊഴിയാണ് സാബിത്ത് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. ആലുവ SP-ക്കാണ് അതിന്റെ ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതൊരു രാജ്യവ്യാപക സ്വഭാവമുള്ള കേസായതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. പക്ഷേ നിലവിൽ ആരും കസ്റ്റഡിയിലില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്നലെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ അസ്വാഭാവികത ഒന്നുമില്ലാത്തതിനാൽ അയാളെ വിട്ടയക്കുകയായിരുന്നു. നിലവിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഈ പരാതിക്കാരെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇവർ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പരിചരിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായ നടപടി സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. 10 ദിവസത്തേക്ക് സാബിത്തിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. ഇന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങും. ഇയാളുടെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടുകൂടി പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. വേണു, ശരി. അവയവക്കടത്ത് കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.